മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവും ഉണ്ണിയും ദുർഗയും കൂടി അമ്പലത്തിലെത്തുന്നു. അവിടെ വെച്ച് തൊഴുതിറങ്ങി വരുന്ന മഞ്ജുവിനെയും മഹിയെയും കാണുമ്പോൾ കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കെല്ലാം വളരെ ദേഷ്യമാവുകയാണ്. അതേസമയം കരുണയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, നല്ലൊരു വിഷുവായിട്ട് കാണരുതെന്ന് വിചാരിച്ചവരെയാണല്ലോ നമ്മളുടെ മുന്നിൽ കണ്ടത്. അങ്ങനെ മഞ്ജുവും മഹിയും കൂടെ അവരുടെ അടുത്തെത്തുമ്പോൾ കരുണ പറയുന്നുണ്ട്, നീയൊക്കെ എന്തിനാടി ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്? ആരാണ്ടും വിളിച്ചറിയിച്ചതുപോലെയാണല്ലോ ഞങ്ങൾ വന്നപ്പോ നീയൊക്കെ പുറത്തേക്ക് വന്നത്. ഇതെല്ലാം കേട്ടു നിന്ന മഞ്ജു ചുട്ട മറുപടി തന്നെ കൊടുക്കുകയാണ്. ഇത് നിന്റെ തറവാട് സ്വത്തൊന്നുമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും പോകും. ആ നേരത്ത് ചിലപ്പോൾ കണ്ടെന്നൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ വേഷങ്ങളെയൊക്കെ ഒന്ന് കാണാനെന്ന് പറയുന്നതോടെ വല്ലാതായി പോകുന്ന കരുണയും ദുർഗയും എല്ലാമാണ് കാണിക്കുന്നത്. മഞ്ജുവും മഹിയും പോയതിനു ശേഷം അവർ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോവുകയാണ്. അവിടെ ചെന്ന് ദുർഗയാണെങ്കിൽ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്ന അവള് മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം അവിടെ കരുണയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുപോലെ തന്നെ അവളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു പോണമേ എന്നെല്ലാം ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. അതേസമയം ഉണ്ണിക്കാണെങ്കിൽ ദൈവത്തിനോട് തന്നെ ദേഷ്യമാവുകയാണ്. ദൈവം നമുക്കൊപ്പം നിൽക്കുന്നില്ല, അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് സത്യമാണെന്ന് കാണിച്ചു തന്നാൽ മാത്രമേ എനിക്ക് ദൈവത്തിനോട് ഇനി ഇഷ്ടമുണ്ടാവുള്ളൂ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ മഹി കൊടുത്ത വിഷുക്കോടിയെല്ലാം ധരിച്ച് കണ്ണനാണെങ്കിൽ മഹിയുടെ അടുത്തേക്ക് പോവാൻ കാറിൽ കയറിയിരിക്കുമ്പോൾ സുമേഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, സാറിന് സന്തോഷത്തോടു കൂടി തന്നെ ഒരു വിഷു ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ? സുമേഷ് ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാലും ഒരുപാട് നാളൊന്നും എനിക്ക് എൻ്റെ മഹിയെയും കുഞ്ഞിനെയും അകറ്റി നിർത്തി ജീവിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാം ശരിയാവും സാറേ എന്ന് പറഞ്ഞ് സുമേഷനെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് അമ്പലത്തിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങിയ മാർക്കോ ആണെങ്കിൽ ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്, ആ ഉണ്ണിക്ക് എന്തോ ഒരു വലിയ സംശയം തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൻ സാറിന്റെ പിന്നാലെ പിന്തുടരുകയാണ് അവനിപ്പോൾ. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും നമ്മൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കണം, അവർക്കൊരു കുഴപ്പവും കൂടാണ്ട് തന്നെ നമ്മൾ നോക്കണം എന്നല്ല ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ ഉണ്ണിയെയാണ്. അവൻ സാറിന്റെ അനിയനൊന്നുമല്ല, സാറിന്റെ അന്തകനാണിപ്പോൾ അവൻ എന്നെല്ലാം ദേഷ്യത്തോടു കൂടി തന്നെ മാർക്കോ ആണെങ്കിൽ പറയുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ പിന്തുടരുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ഉണ്ണിക്കാണെങ്കിൽ കണ്ണന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ണിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മാർക്കോനെയാണ് കാണിക്കുന്നത്. മാർക്കോ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ കണ്ണൻ സാറിന്റെ പിന്നാലെയുള്ള നടത്തു നിർത്തിക്കോ, അത് നിന്റെ നല്ലതിനല്ല എന്നെല്ലാം മാർക്കോ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ മാർക്കോയുടെ മുന്നിൽ ഒന്നും പറയാതെ അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ്, കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.